പനി ബാധിച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. വാണിയംകുളം ചെറുകാട്ടുപുരം സ്വദേശികളായ നിതീഷ് രേഷ്മ ദമ്പതികളുടെ മകന് ചികിത്സ ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. പനിയും ഛർദിയുമായി പുലർച്ചെ 1:30യോടെയാണ് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കുട്ടിയുടെ അവസ്ഥ നേരിട്ട് കണ്ടിട്ടും ടെമ്പറേച്ചർ പോലും പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും അവഗണിച്ചെന്നുമാണ് പരാതി. 3/4 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ചികിത്സ ലഭിക്കാതെ വന്നതോടെ കുട്ടിയുമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. നേരത്തെ അപസ്മാരം ബാധിച്ചിരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഡോക്ടർ പരിഗണിച്ചില്ലെന്നാണ് പരാതി. ആരോഗ്യവകുപ്പിന് പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മോന് പനിയായി അധികമായിട്ട് രാത്രി ഒരു 1 മണി 1:30 സമയത്ത് ഞങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ തീർത്തും അവിടുന്ന് ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലായിരുന്നു ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും പെരുമാറ്റം ഉണ്ടായത്. കുട്ടി പനിയായിട്ട് പോയി. മോന് ഓൾറെഡി ഫിക്സ് ഉണ്ടായിരുന്നതാണ് ചെറുപ്പത്തിൽ, 3 വയസ്സൊക്കെ സമയത്ത്. 7 വയസ്സായി. പക്ഷെ പനി പരിശോധിക്കുക പോലും ചെയ്യാണ്ട് അവർ രാവിലെ എഴുതിയ പീഡിയാട്രീഷ്യൻ എഴുതിയ മരുന്ന് തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഒന്ന് നോക്കുകയും ചെയ്യാണ്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കുട്ടിയുടെ വെയിറ്റ് നോക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് ടെമ്പറേച്ചർ നോക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പം നമുക്ക് തീർത്തും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടല്ല. 2-3 വട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവിടുന്ന് കുട്ടി ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും അവർ ഒന്നും ചെയ്യാണ്ട് നമ്മളവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. എന്നാൽ നോർമലി ഒരു ചികിത്സ ചെയ്യുമ്പോൾ കുട്ടിയുടെ വെയിറ്റ് നോക്കി, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നോക്കി, ഓക്സിജൻ ലെവൽ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. ഇതൊന്നും നോക്കാണ്ട് രാവിലെ പീഡിയാട്രീഷ്യൻ എഴുതിയ മരുന്ന് തന്നെ മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരവിടുന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഒരു ട്രിപ്പ് ഇടേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒരു തീർത്തും നമുക്കൊരു ഒരു ഗുണമില്ലാത്ത രീതിയിൽ അവർ പെരുമാറിയത് വന്നത്. അവിടുന്ന് ഞാൻ നേരെ വെള്ളനാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തത്. അവിടുന്ന് എനിക്ക് കുട്ടിക്ക് ട്രിപ്പ് ഇട്ട് അപ്പോൾ തന്നെ മരുന്ന് ഛർദി നിൽക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു 6-7 മണിയാകുമ്പോഴേക്കും രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരാതി ലഭിച്ചിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡ്ഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.